74-കാരന് ഗർഭപാത്രമുണ്ട് എന്ന സ്കാനിംഗ് റിപ്പോർട്ട്. ഒരു പുരുഷന്റെ വയറിന്റെ സ്കാനിൽ യൂട്രസ് ഉണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നു. എന്ത് സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസാണ്, എന്ത് വിഡ്ഢിതരമാണ് ഈ ഡോക്ടർ കാണിച്ചത് എന്ന് തോന്നുന്ന രീതിയിലെ ഒരു വാർത്ത അല്ലേ. പക്ഷേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ദിവസേന 100-200 സ്കാൻ ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതൊരു ഡോക്ടറുടെയോ ഒരു ആശുപത്രിയുടെ അനാസ്ഥയല്ല, ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ തിരക്ക് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ തിരക്കിന് അനുവാദമായിട്ടുള്ള ഡോക്ടർമാരോ സ്റ്റാഫുകളോ നമ്മുടെ കേരളത്തിൽ ഒരു സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഇല്ല. ഈ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ അങ്ങനെ സ്റ്റാഫ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന മെഡിക്കൽ കോളേജസ് വളരെ വളരെ കുറവാണ്. മാത്രമല്ല, ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലെ പോലെ ഡോക്ടർ സ്കാൻ മാത്രം ചെയ്യുന്നു, അത് കേട്ട ഉടനെ അത് ടൈപ്പ് ചെയ്യാനായിട്ട് വേറൊരു സ്റ്റാഫ്, പ്രിൻറ്റ് ചെയ്യാനായി വേറൊരു സ്റ്റാഫ്, അങ്ങനെയൊന്നും നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലില്ല. മിക്കവാറും സ്കാൻ ചെയ്യുന്ന ഡോക്ടർ തന്നെയോ അല്ലെങ്കിൽ ഒരു ജൂനിയർ ഡോക്ടറോ അല്ലെങ്കിൽ സ്റ്റാഫ് നഴ്സോ ആയിരിക്കും റിപ്പോർട്ട് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുക. ആൻഡ് ഡെയിലി 100-200 സ്കാനുകൾ വരെ ഇവർക്ക് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ അവരെന്ത് ചെയ്യും? ടെംപ്ലേറ്റുകൾ ഉണ്ടാക്കി വെക്കും. ഇപ്പോൾ വയറിൻ്റെ സ്കാൻ ആണെങ്കിൽ വയറിൽ ഇന്ന ഓർഗൻസ് ഉണ്ട്, അതിൻ്റെ പേരുകളുള്ളൊരു ടെംപ്ലേറ്റ് കാണും. ഓരോ സ്കാനിനനുസരിച്ചിട്ട് അതിൻ്റെ ഫൈൻഡിങ്സ് കൂട്ടിച്ചേർത്തതിന് ശേഷം രോഗിക്ക് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയായിരിക്കും അവരുടെ ഒരു റുട്ടീൻ. അപ്പോൾ ആണുങ്ങളുടെ വയറ്റിൽ യൂട്രസ് ഇല്ല, പെണ്ണുങ്ങളുടെ വയറ്റിൽ യൂട്രസ് ഉണ്ട്. പക്ഷേ വയറിൻ്റെ സ്കാൻ ഒരു ടെംപ്ലേറ്റേ കാണുകയുള്ളൂ, അതിൽ യൂട്രസ് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ടാവും. ഈ ഒരു പെർട്ടിക്കുലർ പേഷ്യൻ്റ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ യൂട്രസ് എന്നുള്ള ആ ലൈൻ ഡിലീറ്റ് ചെയ്യാൻ അവർ മറന്നു പോയിട്ടുണ്ടാവും. ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല, പക്ഷേ ഇതൊരു ഹ്യൂമൻ എററാണ്, ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. ഇത് എന്തോരം സെൻസേഷനലൈസ് ചെയ്താണ് നമ്മുടെ ചാനലുകൾ പറയുന്നത്, നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ അനാസ്ഥ, ഡോക്ടർമാർ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്, എന്തുകൊണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിന് സ്റ്റാഫിനെ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ആവശ്യത്തിന് സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ എന്തുകൊണ്ട് ഡോക്ടർമാർക്ക് കൊടുക്കുന്നില്ല, കൂടുതൽ സ്കാനിങ് മെഷീനുകൾ എന്തുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നില്ല, ഇതൊക്കെയാണ്.